ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായിട്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. 3 കാര്യങ്ങളാണ് എസെക്കിയേൽ പ്രവാചകൻ ജനത്തിന് ഒരു ദൈവിക ദൂതായി കൈമാറ്റം ചെയ്യുന്നത്. ഒരു കൊയ്ത്തിലേക്ക് നമ്മളെ ദൈവം കൈപിടിച്ച് ഉയർത്തുന്ന ഒരു വാക്യമാണ് ഇവിടെ. ഒരിക്കൽ കൂടി ഞാൻ പദം ഉച്ചരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ പ്രതികൂലത്തെ ഓവർകം ചെയ്യാൻ ദൈവത്തിന്റെ അനുകൂലമായ കരം അവന്റെ ഭുജം ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. ആ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് എസെക്കിയേൽ പ്രവാചകൻ ദൈവജനത്തോട് പ്രവചന ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങൾക്ക് കൃഷിയും വിതയും നടക്കും. കണ്ടോ, 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നമ്മെ തകർക്കാൻ പറ്റത്തില്ല. നമ്മുടെ നന്മകളെ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. 2-ാമത് പറയുന്നു, ഞാൻ നിങ്ങളിൽ കൃഷിയും വിതയും എന്ത് ചെയ്യും? തിരിയും. ഹല്ലേലൂയ. നിങ്ങളിൽ കൃഷിയും വിതയും തിരിയും. ദൈവത്തിന്റെ കൃഷിയിൽ ദൈവത്തിന്റെ വിത്ത് വിതയ്ക്കുന്നവരായി നമ്മളെ ദൈവം മാറ്റിയെടുക്കും. 3-ാമതായി പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ കൊയ്ത്തിലേക്ക് ദൈവം എന്നെ തിരിക്കുന്ന ദിവസങ്ങളും നാളുകളുമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു. 2, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഹല്ലേലൂയ തിരിയും. 3, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. 1, ദൈവത്തിന്റെ അനുകൂലമായ കരം. 2, ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന ഒരു അനുഭവം. 3, അതിൻ്റെ ഇടയിൽ കൃഷിയും വിതയും നടക്കും. അതിന്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കൊയ്ത്തുണ്ട്. ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ഒരു കൃഷി നടത്തുന്നുണ്ടെങ്കിൽ, ഒരു വിത വിതയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ കൊയ്ത്തിലേക്ക് ദൈവം നമ്മളെ ഒരുക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിലെ വന്ന പ്രതികൂലങ്ങൾ ഒരിക്കലും ഞാൻ നോക്കി വിലപിക്കത്തില്ല, പരിതപിക്കത്തില്ല, കണ്ണുനീരൊഴുക്കത്തില്ല. ഞാൻ ഒരിക്കലും ആരോടും കുറ്റം പറയത്തില്ല. എൻ്റെ ദൈവം എനിക്കായി ഒരുക്കുന്നത് എല്ലാം നന്മകൾക്കായിട്ട് തന്നെ സംഭവിക്കും. ഒരു പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം എൻ്റെ അനുകൂലമായിരിക്കുന്നു. ദൈവം എൻ്റെ അടുക്കലേക്ക് തിരിയുന്നു. എൻ്റെ ദൈവം എന്നിലൂടെ കൃഷിയും വിതയും നടത്തുന്നു. അങ്ങനെയെങ്കിൽ ഒരു കൊയ്ത്തും എന്നിലൂടെ നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കെബാറിന്റെ നദീതീരത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ എസെക്കിയേൽ പ്രവാചകൻ ഒരു തുറന്ന സ്വർഗം കാണുകയാണ്. ആ തുറന്ന സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവം അവനോട് വിളിച്ചു പറയുന്ന ദൈവിക ദൂതുകളുടെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് നമ്മുടെ യേശു കർത്താവാണ്. 2-ാമതായി പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. 3, നിങ്ങളിൽ കൃഷിയും വിതയും ഞാൻ നടത്തും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവികമായിട്ടുള്ള കൊയ്ത്തുകൾക്കായിട്ട് ദൈവം നമ്മെ ഒരുക്കി സജ്ജമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എത്ര പേർ ഇന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിയുന്ന ഒരു ഒരു മനസ്സുമായി കടന്നു പോകും? എങ്കിൽ നിശ്ചയമായും ഇന്നലെ കാണാത്ത ചില ദൈവിക നന്മകളുടെ ഒരു വലിയ കലവറ ഈ ദിവസങ്ങൾ തുറക്കുക മാത്രമല്ല, ഒരു കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും സ്വർഗം കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.